നോഹയുടെ പെട്ടകം എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു റീക്രിയേഷൻ കാണാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു പെട്ടകത്തിൽ എന്തൊക്കെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവരൊക്കെ സൂക്ഷിച്ചിരുന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ കാണുന്നത്. God gave me the basic instructions to build the ark. കെൻഡക്കി സ്റ്റേറ്റിലെ വില്യംസ്റ്റൗണിലാണ് ഈ ഒരു നോഹാസ് ആർക്ക്, നോഹയുടെ പെട്ടകത്തിന്റെ റിപ്ലിക്ക സ്ഥിതി ചെയ്യുന്നത്. 2016 $100 മില്യൺ, അതായത് 800 കോടി ഇന്ത്യൻ രൂപ മുടക്കി പണിതാണ് ഈ ഒരു നോഹാസ് ആർക്കിന്റെ റിപ്ലിക്ക. $60 ഒരാളുടെ എൻട്രി ഫീസ്. 17 വയസ്സ് വരെയുള്ളവർക്ക് $40, 10 വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു ബസ്സിൽ കയറി വേണം ഈ ഒരു നോഹയുടെ പെട്ടകത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന്. നമ്മൾ പെട്ടകത്തിന്റെ അടുത്തേക്ക് നടക്കുന്ന വഴിയിൽ ചെറിയ കൂടുകളിൽ കിളികളെയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. ഈ ഒരു നോഹയുടെ പെട്ടകത്തിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നെത്തുമ്പോൾ അതിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെയാണ് നോഹയുടെ പെട്ടകത്തിന്റെ റിപ്ലിക്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 3-4 മണിക്കൂർ എടുക്കും നമ്മൾ ഈ ഒരു നോഹയുടെ പെട്ടകം മൊത്തമായിട്ട് കണ്ടു തീർത്ത് ഇറങ്ങി വരാനായിട്ട്. ഇവിടെ നോഹയുടെ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇടതുവശത്തായിട്ട് നമുക്ക് ഒരുപാട് കൂടുകൾ കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് മൊത്തം ഇതുപോലുള്ള കൂടുകളാണ്. ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകാൻ വേണ്ടി ഇതിൽ നിന്ന് സൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ കിളികളുടെയും ജീവികളുടെയും ഒക്കെ. അതൊക്കെ കേട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ